സിനിമ ലോകത്ത് ചില സിനിമകൾ അങ്ങനെ തന്നെയാണ്. വലിയ ഹൈപ്പും പ്രമോഷനും ഒന്നുമില്ലാതെ സൈലന്റായി എത്തി പിന്നെ ബോക്സ് ഓഫീസിൽ വൻ ചരിത്രം എഴുതുന്ന സിനിമകൾ. അത്തരത്തിൽ ഇപ്പോൾ കേരളക്കരയിൽ വലിയ തരംഗമായി മാറിയിരിക്കുന്ന ഒരു സിനിമയാണ് വാഴ 2. സാവിൻ സംവിധാനം ചെയ്ത് വിപിൻദാസ് തിരക്കഥ ഒരുക്കിയ സിനിമയാണ് വാഴ 2. സോഷ്യൽ മീഡിയയിൽ നിന്നുമുള്ള താരങ്ങളും സീനിയർ അഭിനേതാക്കളും ഒന്നിച്ചെത്തിയ ഈ ചിത്രം ഏപ്രിൽ 2-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ദിവസം തന്നെ വലിയ ഹൈപ്പ് ഇല്ലാതെ എത്തിയ സിനിമ. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ സംഭവിച്ചത് വൻ മാറ്റമായിരുന്നു. ആദ്യ റിവ്യൂകൾ തന്നെ ഈ സിനിമയുടെ ഗതി മാറ്റി. സിനിമ കണ്ട പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് റിവ്യൂകൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഇത് വേറിട്ട സിനിമയാണ്, കണ്ടിരിക്കേണ്ട സിനിമയാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വേഗത്തിൽ വൈറലായി. ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു സിനിമയ്ക്ക് ഏറ്റവും വലിയ ശക്തി പ്രൊമോഷൻ അല്ല, മൗത്ത് പബ്ലിസിറ്റിയാണ്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ദിനമായ ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്നും മാത്രം ഏകദേശം 4.75 കോടി രൂപയാണ് ചിത്രം നേടിയത്. ആഗോളതലത്തിൽ ഏകദേശം 10 കോടി രൂപ വരെ ആദ്യ ദിവസം തന്നെ നേടാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. ഇത് ഒരു ചെറിയ ബജറ്റ് സിനിമയ്ക്ക് വലിയ തുടക്കമാണ്. പക്ഷേ അതിനുശേഷം നടന്നത് തന്നെയാണ് യഥാർത്ഥ അദ്ഭുതം. സാധാരണയായി സിനിമകൾക്ക് ആദ്യ വാരാന്ത്യം കഴിഞ്ഞാൽ കളക്ഷൻ കുറയാറാണ് പതിവ്. പക്ഷേ വാഴ 2യുടെ കാര്യത്തിൽ അതിന്റെ വിപരീതമാണ് സംഭവിച്ചത്. ആദ്യ ദിവസം ഒഴിച്ചാൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഒരു ദിവസവും സിനിമയുടെ കളക്ഷൻ 5 കോടി രൂപയ്ക്ക് താഴെയായി പോയിട്ടില്ല. ഇത് ഒരു വലിയ സൂചനയാണ്. പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തുവെന്ന് തെളിയിക്കുന്ന വ്യക്തമായ ഉദാഹരണം. ഇപ്പോൾ രണ്ടാം ആഴ്ചയിലെ പ്രകടനം നോക്കാം. രണ്ടാം ഞായറാഴ്ചയായ ഏപ്രിൽ 12-ന് മാത്രം ഇന്ത്യയിൽ നിന്ന് 8.50 കോടി രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇത് ഒരു സിനിമയ്ക്ക് രണ്ടാം വാരത്തിലും ഈ രീതിയിൽ കളക്ഷൻ ഉയരുന്നത് വളരെ അപൂർവമായ കാര്യമാണ്. ഇപ്പോൾ ആഗോള കളക്ഷൻ കണക്കുകൾ. റിലീസ് ചെയ്ത് 11 ദിവസത്തിനകം തന്നെ വാഴ 2 ആഗോളതലത്തിൽ 163.50 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യ ഗ്രോസ് കളക്ഷൻ 89.75 കോടി രൂപയും നെറ്റ് കളക്ഷൻ 77.50 കോടി രൂപയുമാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കളക്ഷനും ശ്രദ്ധേയമാണ്. ഓവർസീസിൽ നിന്ന് മാത്രം ഏകദേശം 5.75 കോടി രൂപയാണ് സിനിമ നേടിയത്. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടി പറയണം. ഈ സിനിമയുടെ ബജറ്റ് എത്രയാണ് എന്നത്. പ്രധാന വേഷത്തിലെത്തിയ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീനാഗിന്റെ വാക്കുകൾ പ്രകാരം ഏകദേശം 13 കോടി രൂപയാണ് വാഴ 2യുടെ നിർമ്മാണ ചെലവ്. അതായത് വെറും 13 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ഒരു സിനിമ 160 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നു. ഇത് ഒരു സാധാരണ വിജയം അല്ലാത്ത. ഇത് ഒരു ബ്ലോക്ക് ബസ്റ്റർ മാത്രമല്ല, ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലെവൽ പ്രകടനമാണ്. വിപിൻദാസ് ഒരുക്കിയ തിരക്കഥ പ്രേക്ഷകർക്ക് പുതിയ അനുഭവമാണ് നൽകിയിരിക്കുന്നത്. സാധാരണ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നരേറ്റീവ് സ്റ്റൈൽ ഈ സിനിമയിൽ കാണാൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള താരങ്ങളും സീനിയർ അഭിനേതാക്കളും ഒരുമിച്ച് എത്തിയപ്പോൾ ഒരു പുതിയ എനർജി സിനിമയ്ക്ക് ലഭിച്ചു. പ്രേക്ഷകർക്ക് പുതുമ തോന്നുകയും അതാണ് സിനിമയെ കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്തു. മൗത്ത് പബ്ലിസിറ്റി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു സിനിമ കണ്ട ആളുകൾ തന്നെ മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുമ്പോൾ അതിന്റെ റീച്ച് സ്വാഭാവികമായി ഉയരും. വാഴ 2യുടെ കാര്യത്തിൽ ഇതാണ് പ്രധാനമായും നടന്നത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒരു സിനിമയുടെ വിജയത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. ട്രെൻഡിംഗ് റീലുകൾ, റിവ്യൂ വീഡിയോകൾ, റിയാക്ഷനുകൾ എല്ലാം ചേർന്നപ്പോൾ സിനിമയുടെ ഹൈപ്പ് സ്വാഭാവികമായി വർദ്ധിച്ചു. ഇപ്പോഴത്തെ ട്രെൻഡുകൾ നോക്കിയാൽ വാഴ 2 200 കോടി ക്ലബിലേക്കും കടക്കാൻ സാധ്യതയുണ്ട്. ഇത് സംഭവിച്ചാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ മറ്റൊരു റെക്കോർഡ് കൂടി എഴുതപ്പെടും. ഇതോടെ ഒരു കാര്യം നമ്മൾ ഉറപ്പായി പറയാം. വലിയ ബജറ്റും വലിയ താരങ്ങളും ഇല്ലാതെ പോലും ഒരു നല്ല കഥയും മികച്ച അവതരണവും ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കും. വാഴ 2 അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്.